ഇക്കാനാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ട പോലെ ഇക്കാനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കുട്ടികളെയും കൂട്ടി, കുട്ടികളെ സ്കൂളിൽ ലീവാക്കി അവർക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ നമുക്ക് പോയാലോ? പോവാ പോവാ പോവാ. കുട്ടികൾ ഇതാ നല്ല ഒരുക്കത്തിലാണ് കേട്ടോ. അവര് നല്ല സന്തോഷത്തിലാണ്. കാരണം എങ്ങോട്ടും കൊണ്ടുപോകണില്ലല്ലോ. അപ്പൊ നമ്മൾ കണ്ണിന്റെ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ അവർക്ക് കളിക്കാനെല്ലാം ഉണ്ട്. അപ്പൊ അവർക്കൊരു ചേഞ്ച് ആയിരിക്കും എന്ന് പറഞ്ഞ് കൊണ്ടുപോകണം കേട്ടോ. സ്കൂള് എന്തായാലും ലീവാക്കി ഒരു ദിവസം പോയാലും കുഴപ്പമില്ല. കുട്ടികൾ സന്തോഷം ആവട്ടെ എന്ന് വിചാരിച്ചു. ഫൈമോൻ എവിടെ പോകുമ്പോഴും ഫൈമോനിക്ക് ഒരു കരച്ചിലുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ ഫയലൊക്കെ നമ്മളെടുത്തു. ഇനി പോവാണ്. ബ്രദറിന്റെ കാറിലാണ് പോണ. ഇക്ക ഓടിക്കാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറയുമ്പോ ഇക്ക കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ എന്തൊരു കാര്യം ചെയ്യണ്ടെന്ന് പറയുമ്പോ ഇക്കാക്ക് ഞാനൊരു രോഗിയാണ്, എന്നെ രോഗിയാക്കാന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നത്തിലാവും. അപ്പൊ എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ്. ഫൈമോനൊന്ന് കരഞ്ഞു, വെറുതെ പൗഡറിന്റെ കേസിനൊന്ന് കരഞ്ഞു പോയി. ഇതാ അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 10:45 എത്തി. ഇക്കപ്പുറത്ത് പേപ്പർ വായിക്കട്ടെ. ഞാനും കുട്ടികളും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തു. അവസാനം പേര് വിളിച്ചപ്പോൾ പോയി ബില്ലടച്ചു. ഇനിയിപ്പോ നമ്മളെ അവര് കൊണ്ടുപോകാൻ വരും. ഇനി കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ അടുത്തിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോഴേക്കും മിക്കി ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങള് ഒരുമിച്ച് അങ്ങോട്ട് ഇരുന്നു. അപ്പോഴേക്കും നമ്മളെ വിളിച്ചു കേട്ടോ. അങ്ങനെ പോവുകയാണ് ഞങ്ങള്. അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അവര് വന്ന തന്നെ ഇതിനാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞ് സ്കൂൾ ഒഴിവാക്കി കൊണ്ടുവന്നതന്നെ ഇതാണ്. കാരണം മിക്ക നല്ലപോലെ ഇരിക്കുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് നല്ല സന്തോഷമൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഒരു ലൈഫായിരുന്നു. എന്താ ചെയ്യാം, ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പൊ കുട്ടികളെ സന്തോഷിച്ചോട്ടെ, എന്തായാലും നമുക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഞാനൊക്കെയും തീരുമാനിച്ചു. ഒരു ദിവസം സ്കൂൾ ലീവാക്കിയാണ്. അവർ നല്ല എൻജോയ് ചെയ്തിട്ടോ. കണ്ടാൽ അറിയുന്നുണ്ടല്ലോ, അവർ നല്ല ഹാപ്പി ആയിരുന്നു. രണ്ടാളും നല്ല പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു പറ്റൂല, സമയം കഴിഞ്ഞാൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ കണ്ണിന്റെ ഓരോ ടെസ്റ്റുകൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇക്കാക്ക് ഇതാ കണ്ണിന് ഓരോ ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇക്കാടെ കണ്ണിന്റെ ചികിത്സ മൊത്തം നമ്മൾ മെഡിക്കൽ കോളേജിലായിരുന്നു. ഇക്കാക്ക് സർജറി മുഖേന കണ്ണടയാത്ത പ്രശ്നമായിരുന്നു. അത് കാരണം ഒരുപാട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഫഹിമോൻ സങ്കടം വന്ന് ഓടി വരുമായിരുന്നു. ഇപ്പൊക്കെ എന്താ പറ്റി, എന്തിനാ ഹോസ്പിറ്റലിൽ വന്ന്? ഇപ്പോഴാണ് അവനക്ക് സങ്കടം വന്നത് ഹോസ്പിറ്റലിൽ കണ്ടപ്പോ. പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ആള് കൂളായി. പിന്നെ അവര് മൂന്നാളും കൂടെ കളിയായി. അപ്പൊ അങ്ങനെ നമ്മളെ ചികിത്സ അവിടെയായിരുന്നു. പെട്ടെന്നാണ് ഇക്കാക്ക് ഇൻഫെക്ഷൻ കുറയാതെ വന്നപ്പോൾ ഡോക്ടർ നമ്മളോട് ഇങ്ങോട്ട് പോയിട്ട് കണ്ണ് പകുതി സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്തായിരുന്നു. അതിന്റെ രണ്ടാമത്തെ ചെക്കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, റേഡിയേഷൻ കാരണം. കണ്ടോ, കണ്ണ് പകുതി ഇക്കാക്ക് സ്റ്റിച്ച് ഇട്ട് വെച്ചിരിക്കുന്ന കണ്ണ്. റേഡിയേഷൻ കാരണം നമുക്ക് ചെക്കപ്പിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതാ അവര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ. അപ്പൊ ഇപ്പൊ നമുക്ക് അതിനെ പറ്റിയപ്പോ വന്നു. പിന്നെ ഈ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇക്കാടെ കണ്ണ് കാഴ്ച നോക്കുകയാണ്. ഇക്കാക്ക് റേഡിയേഷൻ കഴിഞ്ഞതുകൊണ്ട് കാഴ്ചക്ക് ആ വലത്ത് ഭാഗം ആ കണ്ണിന് കാഴ്ചക്ക് ചെറിയൊരു കുറവുണ്ട്. അത് ഡോക്ടർ കുഴപ്പമില്ല, പ്രശ്നമല്ല, ശരിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിട്ടതെല്ലാം ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഇൻഫെക്ഷൻ ഒന്നുമില്ല. നമ്മളിപ്പോ ഇക്കൊക്കെ കണ്ണിന് ഒരു മരുന്ന് ഒഴിക്കുന്നുണ്ട്. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ആ തുള്ളി മരുന്ന് ഒഴിക്കണം. പിന്നെ ഒരു ഓയിൽമെന്റ് ഉണ്ട് രാത്രി, അത് ചെയ്യണം. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ. ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് വരികയായിരുന്നു കേട്ടോ, എന്താണ് എനിക്ക് വയ്യാതായി ഇക്കാനെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ നടന്നിട്ട്. അവർക്ക് പറഞ്ഞു എന്താണ് അങ്ങനെ തന്നെ നടക്കണം, ഇനി നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എന്താ പോവുക എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടമായി, അവിടെ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവരെ കൂട്ടിയിട്ട് വന്ന് അവർക്കൊന്നും വാങ്ങിക്കൊടുക്കാതിരുന്ന വിഷമാവില്ലേ. ഇക്കാക്ക് അതിനേക്കാളും വിഷമം. അപ്പോൾ നമ്മൾ അവിടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് വന്നു. അവർക്ക് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെറിയൊരു സ്നാക്സും ചെറിയ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് തന്നെ ഞങ്ങൾ വന്നു. അവര് ഹാപ്പിയാണ്, നല്ല സന്തോഷമായി. പോവണ്ട, അവിടെ ഇനിയും കളിക്കണം പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു. പിന്നെ പറഞ്ഞു മനസ്സിലാക്കി ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ പന നോക്കിക്കഴിഞ്ഞു, ഇനി നമുക്ക് പോകണം എന്നൊക്കെ. അപ്പോഴാണ് ഇക്ക ആഗ്രഹം പറഞ്ഞു പപ്സ് വേണമെന്നോ ചായയും വേണമെന്നോ. അപ്പൊ ഇക്കാക്ക് വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് ഓരോ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് പിന്നെ ജ്യൂസ് കിട്ടിയാൽ മതിയല്ലോ എവിടെ പോയാലും. പിന്നെ നമ്മൾ അങ്ങനെ ഇനി പോവാൻ ഇക്ക വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നതായിരുന്നു. ഞാൻ അപ്പോഴേക്കും ടയേർഡായി. എനിക്ക് അധികം യാത്രയൊന്നും ഇപ്പൊ പറ്റുന്നില്ല. ഒരുപാട് യാത്രകളൊക്കെ ചെയ്തപ്പോ നല്ല ക്ഷീണമാണ് ശരീരത്തിന്.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനിയിപ്പോ എന്താ, നമ്മളെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡോക്ടർ നമ്മളോട് കുഴപ്പങ്ങളൊന്നുമില്ല, ഇനിയിപ്പോ നമുക്ക് കണ്ണിന് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വന്നോളൂ എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ തീരുമാനം ഇനി നമ്മള് മെഡിക്കൽ കോളേജിൽ പോവാം എന്നാണ്. കാരണം ഇവിടെ ഫീസ് കാര്യങ്ങൾ നമുക്ക് പറ്റില്ല ചെയ്യാൻ. അപ്പൊ ഇനി അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ പ്രൊസീജിയർ ചെയ്യാൻ വന്നതായിരുന്നു, ഇങ്ങോട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോ. അങ്ങനെ കുട്ടികള് ഒക്കെ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഞാനും അങ്ങനെ ഇറങ്ങുകയാണ് അവിടെ നിന്ന്. പിന്നെ വരുന്ന വഴി അവിടെ എന്തോ ഒരു കോഴി പറഞ്ഞു, ഇക്ക പറഞ്ഞത് എനിക്ക് അറിയില്ല, അതിന്റെ കറക്റ്റ് ആയിട്ട് പേര് പറയാൻ അറിയില്ല. അപ്പൊ അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് ഇറങ്ങി. അതിന്റെ കൂടെ കുറെ അവര് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് കുട്ടികൾ. ഇതിനൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇവിടേക്കാണെന്ന് പറഞ്ഞാൽ ഒരു വാശി പിടിക്കും വരുന്നു. പക്ഷെ അപ്പൊ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു പറയാതെ വരാന്ന് വിചാരിച്ചു. പിന്നെ ഇക്കാക്ക് സങ്കടം, കൊണ്ടുപോവാൻ നമ്മൾ എവിടെയും കൊണ്ടുപോകണല്ലോ, അപ്പൊ അവര് സന്തോഷാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിതാ തിരിച്ചു വരികയാണ്. ഇതാ പിന്നെയും എന്നിട്ട് അവര് കോഴിയുടെ കൂടെ കളിച്ചിട്ട് പോരാ, ഓരോന്ന് പുല്ലൊക്കെ എടുത്തിട്ട് കോഴിക്ക് കൊടുക്കുകയാണ്. അവിടെ നിന്ന് വരാനേ അവർക്ക് മനസ്സില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ വീടെത്തി. രണ്ടാളും കുഴഞ്ഞു. നല്ല ലോങ് ആണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് അഹല്യ ഹോസ്പിറ്റൽ നല്ല ലോങ് ആണ്. അങ്ങനെ രണ്ടാളും കുഴഞ്ഞു. അപ്പൊ വീടൊക്കെ തുറന്നു. വരുന്ന വഴി എന്റെ വീട്ടിൽ കയറി. അപ്പൊ ഉമ്മ കുറച്ച് പച്ചക്കറി തന്നിട്ടുണ്ടായിരുന്നു, അവിടെ വാങ്ങിച്ച്. അവിടെ നിന്നാണ് നമുക്ക് സാധനങ്ങളൊക്കെ തരുന്നത്. അപ്പൊ പച്ചക്കറി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് വന്നു. കുട്ടികൾക്ക് 2 മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തു വരുന്ന വഴി. ഹോസ്പിറ്റലിലൊക്കെ പോയി വീടെത്തി. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാതെ മുന്നോട്ട് പോവരുത്. വയോ വയോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ മുന്നോട്ട് പോവരുത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് എല്ലാം കാണണം, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ പറയിക്ക. ഇക്കാക്ക് വയ്യാട്ടോ, വണ്ടി ഓടിച്ചിട്ട് ആള് ക്ഷീണിച്ചു. ഞാൻ പറഞ്ഞതാണ് വണ്ടി ഓടിക്കണ്ട, വേണ്ട, ആരെങ്കിലും വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ദേഷ്യം വന്നു ആൾക്ക്, അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നാ ശരി ഓടിച്ചോട്ടെ ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടിച്ചു, അൽഹംദുലില്ലാ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇക്കാക്ക്.